ഹായ് ഡിയർ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ദം ഇടാൻ പോവാണ്. എല്ലാം റൈസും ചിക്കനും എല്ലാം ആയിട്ടുണ്ട്, പക്ഷേ അത് ദം ഇടാൻ പോവാം. റൈസ് ഇവിടെ ആയിട്ടുണ്ട്. നമ്മുടെ ജീര റൈസാണിത്. പിന്നെ ഉള്ളി നമ്മൾ മൂപ്പിച്ച് വെച്ചിട്ടുണ്ട്. കിസ്മിസ്, അണ്ടിപ്പരിപ്പ് എല്ലാം ഉണ്ട്. മല്ലിയില, അതുപോലെ തന്നെ സലാഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പുറത്തുനിന്ന് പപ്പടം ഇരിപ്പുണ്ട്. അപ്പം നമ്മുടെ ചിക്കനാണ്. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ദമ്മിടാം. ഫസ്റ്റ് അപ്പോൾ നമ്മൾ കുറച്ച് നെയ്യ് ഇതിനകത്തിലോട്ട് ലേശം തൂവുക. ഒത്തിരി വേണ്ട, കാരണം കൊളസ്ട്രോളും ഒക്കെ ഇല്ലേ മനുഷ്യർക്ക്. എന്നിട്ട് ഈ ചിക്കൻ പീസസ് ഇതിനകത്തോട്ട് ഇടുക. നല്ല മണമുണ്ട്. ഇങ്ങനെ ഇത് ഫുള്ള് ഇതിനകത്തോട്ട് ഇടുക. ഇത് ഫുള്ള് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് റൈസ് എടുക്കാം. റൈസ് ഇതുപോലെ ലെയർ ബൈ ലെയർ ആയിട്ട് ഇടുക. ജീര റൈസാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇതൊന്ന് കാണിച്ച് അത്തോട്ട്. ഇതിങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ട് നമ്മൾ ഇടുന്നു. ഫസ്റ്റ് ലെയർ നമ്മൾ റൈസ് ഇട്ടു. അതിൻ്റെ മണ്ടയ്ക്കോട്ട് ഇതേ ഈ വറുത്തിട്ട ഈ സാധനം, അതായത് സവാള നന്നായിട്ട് മൂപ്പിച്ചത്, അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. ഇതിലേക്ക് ലേശം അണ്ടിപ്പരിപ്പ്, കിസ്മിസ് ഇതിടുക. അതിനുശേഷം ഇതിലോട്ട് ലേശം മല്ലിയിലയും പുതിനയിലയുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ലെയർ ഇടുക. ഇനിയുണ്ടെങ്കിൽ അടുത്ത ലെയർ. ദെൻ സെക്കൻഡ് ലെയർ ഇട്ടു. സെക്കൻഡ് ലെയറിലും ലേശം പുതിനയില ഇടുക, മല്ലിയില, പുതിനയില ഇടുക. അതിനുശേഷം ഇതിടുക, അതായത് ഉള്ളി വഴറ്റിയതിടുക. സവാള നന്നായിട്ട് വഴറ്റിയതാണ്. സവാള വഴറ്റിയത്. അതിനുശേഷം അണ്ടിപ്പരിപ്പ്, കിസ്മിസ് ഇടുക. വൈകിട്ടത്തിന് ഇപ്രാവശ്യം അണ്ടിപ്പരിപ്പും കിസ്മിസും കാശി മോളൂട്ടിയൊന്നും കണ്ടില്ല, അതുകൊണ്ട് ഉണ്ട്. അത് കഴിഞ്ഞ് ലാസ്റ്റ് ലെയർ, തേർഡ് ലെയർ ഇടുക. ഇത് ലാസ്റ്റ് ലെയർ. ഇതിൻ്റെ മണ്ടയ്ക്ക് ഇതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഇടുക. നന്നായിട്ട് വിതറി കൊടുക്കുക. അതിൻ്റെ മണ്ടയിലിട്ട് ഇതൂടെ ഇടിച്ചിട്ട് കൊടുക്കുക. സത്യം പറഞ്ഞാൽ എന്തോ മെനക്കേടാണെന്നറിയാം. ഇത് ഭയങ്കര ജോലിയാണിത്. അപ്പം ഇന്ന് അനുജനെ ഇന്ന് ബിരിയാണി വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കാൻ തയ്യാറായത്. അപ്പോൾ അവസാനം പുതിനയിലയും മല്ലിയിലയും ഇടുക. അങ്ങനെ ഞങ്ങളുടെ ബിരിയാണി റെഡിയായി. ഇനി ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ബിരിയാണി ട്രൈ ചെയ്യുന്നത്. പക്ഷേ ഇത് വളരെ സക്സസ്ഫുൾ ആയെന്നാണ് എൻ്റെ ഒരു വിചാരം. ഇനി കഴിച്ചിട്ടറിയാം എൻ്റെ ഒരു
ഫൈനൽ റിസൾട്ട് എന്തോന്ന് ഇവരൊക്കെ പറയുമ്പോഴേ അറിയത്തുള്ളൂ. അപ്പം ഇനി ഇത് ദമ്മിടണം. ദമ്മിടാനൊന്നും എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ ആക്ച്വലി ദമ്മിടാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ മണ്ടയ്ക്ക് ഇതിൻ്റെ ഒരു അടപ്പ് വെക്കുക. അടപ്പ് വെച്ചിട്ട് ഒരു വെയിറ്റ് വെക്കുക. ഇത്രയും ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഇതിൻ്റെ നമുക്കില്ല പേപ്പർ ഇട്ട് ഒട്ടിക്കാനൊന്നും പേപ്പർ ഞാൻ ഇന്നലെ വാങ്ങിച്ചില്ല. ആ കാര്യമൊക്കെ മറന്നുപോയി. അപ്പോൾ അതുകൂടെ ചെയ്തിട്ട് നോക്കാൻ വേണ്ടിയിട്ട് കഴിച്ച് നോക്കിയിട്ട് പറയാം.